ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം UGC നെറ്റിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ UGC റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏണസ്റ്റ് അക്കാഡമിക്ക് വളരെ അഭിമാനകരമായ നേട്ടവുമായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ധാരാളം കുട്ടികളെ UGC നെറ്റിന്റെ വിജയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ പറ്റിയെന്നുള്ള വലിയൊരു നേട്ടമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു JRF കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് 1% താഴെ മാത്രം കിട്ടുന്ന JRF ഞങ്ങളുടെ ഒരു കുട്ടിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ജസ്ന പി എന്നാണ് ആ കുട്ടിയുടെ പേര്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്തതായിട്ട് UGC നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നവര് ഞങ്ങൾക്ക് 5 പേരാണ്. 5 പേരെ UGC നെറ്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റി. അടുത്തതായിട്ട് PhD അഡ്മിഷൻ ആണ്. PhDയുടെ റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 7 പേരെ PhDയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. കേവലം 17% പേര് മാത്രം ക്ലിയർ ചെയ്യുന്ന PhD ആണ് ഇവിടെ 7 പേര് ക്ലിയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെയധികം നേട്ടം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് റിസൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ UGC നെറ്റ് 2025 സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മൊത്തം പാസ്സായിരിക്കുന്ന മുഴുവൻ കാൻഡിഡേറ്റുകളുടെ എണ്ണം എടുക്കുമ്പോൾ വളരെ കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രമാണ് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്ക് വരുന്നതെന്നറിയാം. അതിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണ് ക്ലിയർ ചെയ്യുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഏണസ്റ്റ് അക്കാഡമിക്ക് വലിയ നേട്ടം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഇനിയും ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് PhDക്ക് അഡ്മിഷൻ നേടിയിരിക്കുന്നത് 48,161 പേര് മാത്രമാണ് ഇന്ത്യയിൽ മുഴുവൻ നേടിയിരിക്കുന്നത്. അതിൽ തന്നെ JRFും അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് കൂടി നേടിയിരിക്കുന്നവർ 5,158 പേരാണ്. ഇനിയും അത് കൂടാതെ PhD മാത്രമായിട്ട് നേടിയിരിക്കുന്നത് 1,14,445 പേര് മാത്രമാണ്. അതായത് നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന വെറും 48,161 പേരും PhD മാത്രം നേടിയിരിക്കുന്നത് 1,14,445 പേരുമാണെന്നുള്ള ഒരു നമ്പർ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു നേടിയിരിക്കുന്ന നേട്ടം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് PhD നെറ്റ് JRF എന്നൊക്കെ ഉള്ളത്. ഇവിടെ JRF കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം JRFിനൊപ്പം തന്നെ ആ കുട്ടിക്ക് റിസർച്ച് ഫെലോഷിപ്പ് കൂടി കിട്ടുകയാണ്. വലിയൊരു എമൗണ്ട് ആ കുട്ടിക്ക് തന്നെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും സെലക്ടഡ് ആയിട്ട് ഒരു റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫെലോഷിപ്പ് കിട്ടുകയാണ് ആ വിഷയത്തിൽ. മറ്റൊന്ന് നെറ്റും ഒപ്പം തന്നെ PhDയും എന്ന് പറയുന്നതാണ്. അതായത് അവർക്ക് PhD ചെയ്യാം, ഒപ്പം തന്നെ നെറ്റ് ലൈഫ് ലോങ്, അതായത് ഒരു തവണ നെറ്റ് ക്വാളിഫൈഡ് ആയാൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ലൈഫ് ലോങ് നെറ്റ് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും അവർക്ക് അധ്യാപന ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡമായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല അതിനൊപ്പം 1 വർഷത്തിനുള്ളിൽ അവർക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് PhD ചെയ്യാൻ കൂടി കഴിയുന്നതാണ്. ഇനി അവസാനമുള്ള ഒരു കാറ്റഗറി PhD ഉള്ളി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 2024 ശേഷം വന്നൊരു മാറ്റമാണ്. 2024 മുതൽ ഒരു പുതിയ മാറ്റം വന്നു. അതായത് പണ്ട് ഓരോ യൂണിവേഴ്സിറ്റികളിൽ അവരുടേതായ ഇന്റർവ്യൂ നടത്തി PhDക്ക് സ്റ്റുഡൻസിനെ എടുക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. എന്നാൽ UGC അതിനെ മാറ്റിയിട്ട് ഈ നെറ്റിന്റെ കൂട്ടത്തിൽ ഒരു എൻട്രൻസ് പോലൊരു മാനദണ്ഡം സെറ്റ് ചെയ്ത് ഒരു എക്സാം നടത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു എൻട്രൻസിലൂടെ ക്ലിയർ ചെയ്യുന്ന PhD മാത്രമായിട്ട് ക്ലിയർ ചെയ്യുന്നവർക്കും JRFും നെറ്റും കിട്ടുന്നവർക്കും ഇതിൽ ഒരേപോലെ തന്നെ മത്സരിക്കാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ PhD ഉള്ളി കാൻഡിഡേറ്റിന് അവസരങ്ങൾ കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ കിട്ടുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം മറ്റു യൂണിവേഴ്സിറ്റികളിൽ അവരുടെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ഒഴിവാകുന്നതോടുകൂടി അവർക്ക് അല്ലാതെ കിട്ടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇത് മൂന്നും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇതാണ്. കേവലമുള്ള ഡിഫറൻസ് ഇത് മാത്രമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി UGC നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏണസ്റ്റ് അക്കാഡമിക്ക് പറയാനുള്ളത്, ഏണസ്റ്റ് അക്കാഡമിയുടെ മൾട്ടി വാലിഡിറ്റി കോഴ്സാണ് നമ്മൾ UGC നെറ്റിന് വേണ്ടി നൽകുന്നത്. അതായത് 2 വർഷം നീണ്ടു നിൽക്കുന്ന 4 കോഴ്സുകൾ, അതായത് 4 എക്സാമുകൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു കോഴ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നവരെ നമുക്ക് മതിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് JRF എന്ന് പറയുന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും നമ്മുടെ കോഴ്സ് വഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ ആധികാരികമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റി, ഇത്തവണയും നമുക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. തുടർന്ന് ഇത്തരത്തിലുള്ള വിജയം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് നേടിപ്പോകാം എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവരും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.